ഭാരതത്തിലേക്കുള്ള ഇന്ധന നീക്കം സുഗമമായി തുടരുന്നു. LPG ടാങ്കർ ഗ്രീൻ സാൻവി ഹോർമുസ് കടലിടുക്ക് കടന്നു. 46,000 മെട്രിക് ടൺ പാചകവാതകവുമായി കപ്പൽ തിങ്കളാഴ്ച മുംബൈ തീരത്തെത്തും. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, മറ്റ് പല രാജ്യങ്ങൾക്കും അപ്രാപ്യമായ സമയത്തും ഹോർമുസ് കടന്ന് ഭാരതത്തിൻ്റെ കപ്പലുകൾ തലയെടുപ്പോടെ ഒരു പൈലറ്റുമില്ലാതെ ആരും ഒപ്പമില്ലാതെ കടന്നുവന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിങ്ങനെ തുടരുന്നു. കൃഷ്ണരാജ്, ഭാരതത്തിൻ്റെ വലിയ നയതന്ത്ര വിജയം തന്നെയാണ്. മറ്റ് രാഷ്ട്രങ്ങളൊക്കെ വലിയ ഇന്ധന പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ഭാരതത്തിൽ ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും ഇല്ല എന്നുള്ളത് പെട്രോളിയം മന്ത്രാലയം ആവർത്തിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഗ്രീൻ സാൻവി ഇന്ധന ടാങ്കർ LPG ടാങ്കറാണ്. 46,000 മെട്രിക് ടൺ LPGയുമായി ഗ്രീൻ സാൻവി ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് കടന്നു. തിങ്കളാഴ്ചയോടുകൂടി ഇത് മുംബൈ തീരത്തെത്തുമെന്നുള്ളതാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവും ഷിപ്പിംഗ് മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 18 കപ്പലുകളോളം ഇനിയും ഭാരതത്തിലേക്ക് ഹോർമുസ് വഴി എത്തുവാൻ വേണ്ടിയുണ്ട്. ഇതിനുവേണ്ടിയുള്ള നടപടികൾ ഇതിനോടകം തന്നെ, നയതന്ത്ര നടപടികൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇറാനുമായി ഭാരതം ഇതിനോടകം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ഭാരതത്തിൽ ഇത്തരത്തിലുള്ള ഇന്ധന വിതരണം സുഗമമായി തന്നെ നടക്കുമെന്നുള്ളതാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ആവശ്യാനുസരണം ഭാരതത്തിലേക്ക് ഇന്ധനം പല സോഴ്സുകളിലായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. വിതരണ ശൃംഖലയിൽ എവിടെയും തന്നെ ഒരു തടസ്സങ്ങളുമില്ല. പ്രതിദിനം ഏതാണ്ട് 50 ലക്ഷത്തിലധികം LPG സിലിണ്ടറുകൾ ഇതിനോടകം തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പെട്രോൾ, ഡീസൽ, കെറോസിൻ അടക്കം, അതേപോലെ തന്നെ ഏവിയേഷൻ ഫ്യൂവലായ ATFും 100LL ബ്ലൂ അടക്കമുള്ള ഇന്ധനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ക്ഷാമങ്ങളും ഭാരതത്തിലുള്ള മറിച്ചുള്ള പ്രചരണങ്ങളെല്ലാം വാസ്തവവിരുദ്ധമാണ് എന്നുള്ളതാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിലായി ആവശ്യാനുസരണം LPGയുമായി ഏതാണ്ട് 46,000 മെട്രിക് ടൺ LPGയുമായിട്ടാണ് ഗ്രീൻ സാൻവി എന്നുള്ള LPG ടാങ്കർ കപ്പൽ അടുത്ത തിങ്കളാഴ്ചയോടുകൂടി മുംബൈ തീരം തൊടാൻ പോകുന്നത്. കൃഷ്ണരാജ്, ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.